നമസ്കാരം. നമ്മുടെ കറുകപ്പത്തൂർ ദേശം പൊരുത എന്ന കൊച്ചു ഗ്രാമത്തിൽ കുടികൊള്ളുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അത് കോവിലിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ പാരമ്പര്യമായിട്ട് വീട്ടമ്പലമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു അമ്പലമാണ്. ഇപ്പോൾ പബ്ലിക്കിനായിട്ട് നമ്മൾ തുറന്ന് കൊടുത്തത്. പിന്നെ ഇപ്പോൾ ട്രസ്റ്റ് കമ്മിറ്റി, അതുപോലെ അമ്പല കമ്മിറ്റി, അങ്ങനെ കുറച്ച് കമ്മിറ്റികളാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ പരിപാടികൾ നടത്തുന്നത്. ഇപ്പോൾ മണ്ഡലം 1 മുതൽ 41 വരെ നമ്മുടെ ചുറ്റുവിളക്കും മറ്റു കാര്യങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക. നമുക്ക് പൂർവികമായിട്ട് കിട്ടിയതാണ്. ആദ്യം നമ്മുടെ ഈ സുബ്രഹ്മണ്യ കോവിലിലെ ആദ്യത്തെ പൂജാരി പറഞ്ഞ പഴുക്കപ്പൂശാലി എന്നാണ്. പഴുക്ക എന്ന സ്ത്രീയാണ്, അതായത് നമ്മുടെ അമ്മമ്മ അവരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. അതുപോലെ അതിനുശേഷം നമ്മുടെ ചക്കമ്പൂശാലി, അതിനുശേഷം താരുവങ്കുരുസ്വാമിനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ചക്കമ്പൂശാലി അങ്ങനെയൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ കെട്ടുനിറയ്ക്കും ഇപ്പോൾ മലയ്ക്ക് പോകുന്ന ടൈമിലൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ കൊച്ചുമക്കളായിട്ടുള്ള നമ്മളിപ്പോൾ നടത്തി കൊണ്ടുപോവാണ്. ഇപ്പോൾ നടപ്പുരയുടെ പണി അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും അതോടൊപ്പം തന്നെ സാന്നിധ്യവും ഉണ്ടായിരിക്കണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ ട്രസ്റ്റ് കമ്മിറ്റി ഉണ്ട്, ശ്രീ മുരുകൻ ട്രസ്റ്റ് കമ്മിറ്റി. നമ്മുടെ തറവാട്ടിലെല്ലാവരും കൂടിയിട്ട് ട്രസ്റ്റ് കമ്മിറ്റിയാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ പങ്കാളിയായ എല്ലാ ഭക്തജനങ്ങൾക്കും അതോടൊപ്പം നാട്ടുകാർക്കും ഞങ്ങളുടെ നന്ദി പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ അറിവിൻ്റെ നായകനായ ശ്രീ മുരുകൻ ദണ്ഡായുധപാണി പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള എല്ലാ മറ്റേ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളും അവർക്ക് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ, പിന്നെ ഷഷ്ടിവ്രതമാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിവാഹ തടസ്സം, മറ്റ് സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വഴിപാടുകൾ കഴിച്ച് കഴിഞ്ഞിട്ട് ശരിയാവുന്നതാണ്. അനേകം ആളുകൾ ഇത് നടന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്.